ഹായ് ഫ്രണ്ട്സ്, LKG ഫസ്റ്റ് ടൈം ഓണം എക്സാമിൻ്റെ ഒരു EVS ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. മാത്സ്, ഇംഗ്ലീഷ് ഓൾറെഡി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ടോട്ടൽ മാർക്ക് വരുന്നത് 50 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പിക്ചേഴ്സ്. 5 എണ്ണത്തിന് 3 മാർക്ക് വീതം 15. 5 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ടീച്ചർ അതിൻ്റെ പേര് പറയാനായിട്ട് കുട്ടികളോട് പറയും. അപ്പോൾ കറക്റ്റായിട്ട് പേര് പറയണം. ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പിക്ചേഴ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യണതെന്നും അതിൻ്റെ പേര് പറയാനും കുട്ടികൾ നല്ല പോലെ പഠിക്കണം. ഫസ്റ്റ് പിക്ചർ ഏതാണ്? ആപ്പിൾ. സെക്കൻഡ് പിക്ചർ ഏതാണ്? വാട്ടർമെലൺ. തേർഡ് പിക്ചർ ഏതാണ്? സ്ട്രോബെറി. ഫോർത്ത് പിക്ചർ ഏതാണ്? ഐ. ഫിഫ്ത്ത് പിക്ചർ ഏതാണ്? നോസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആൻസർ ആൻഡ് പുട്ട് ടിക്ക് മാർക്ക്. 4 എണ്ണത്തിന് 3 മാർക്ക് വീതം 12 മാർക്കാണ്. എ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് അവർ നാഷണൽ ആനിമൽ? ഇവിടെ പിക്ചേഴ്സ് ടൈഗർ തന്നിട്ടുണ്ട്, മങ്കി തന്നിട്ടുണ്ട്, ഡീർ തന്നിട്ടുണ്ട്. നമ്മുടെ നാഷണൽ ആനിമൽ, ദേശീയ മൃഗം ഏതാണ്? ടൈഗർ. അപ്പോൾ ടൈഗർ നമ്മൾ ടിക്ക് ചെയ്യണം. ബി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആനിമൽ ഗീവ്സ് മിൽക്ക്? മിൽക്ക് തരുന്ന ആനിമൽ ഏതാണ്? ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ഡോഗ് തന്നിട്ടുണ്ട്, കാറ്റ് തന്നിട്ടുണ്ട്, കൗ തന്നിട്ടുണ്ട്. ഈ 3 എണ്ണത്തിൽ മിൽക്ക് നമുക്ക് തരുന്ന, പാല് തരുന്ന മൃഗം ഏതാണ്? കൗ. അപ്പോൾ കൗ നമ്മൾ ടിക്ക് ചെയ്യണം. സി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫുഡ് ക്യാൻ യു ഈറ്റ് വിത്തൗട്ട് കുക്കിംഗ്? പാചകം ചെയ്യാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഏതാണ്? ഇതിൽ ഫ്രൂട്ട്സ് തന്നിട്ടുണ്ട്, ഫിഷ് തന്നിട്ടുണ്ട്, ബട്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ പാചകം ചെയ്യാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് ഏതാണ്? ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് നമുക്ക് പാചകം ചെയ്യേണ്ട അല്ലേ, ഡയറക്റ്റായിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ടിക്ക് ചെയ്യണം. ഡി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് എ ലീഫി വെജിറ്റബിൾ? വെജിറ്റബിൾസ് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? ബ്രിഞ്ചാൾ തന്നിട്ടുണ്ട്, പംകിൻ തന്നിട്ടുണ്ട്, കാബേജ് തന്നിട്ടുണ്ട്. ഈ 3 വെജിറ്റബിൾസിൽ ഇലയുള്ള വെജിറ്റബിൾസ് ഏതാണ്? ലീഫി വെജിറ്റബിൾ, കാബേജ്. അപ്പോൾ കാബേജ് നമ്മൾ ടിക്ക് ചെയ്യണം. തേർഡ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ്. 5 എണ്ണത്തിന് 2 മാർക്ക് വീതം 10 മാർക്ക്. ലെഫ്റ്റ് സൈഡിൽ 5 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ നെയിംസ് റൈറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. LKG കാരണം കൊണ്ട് എല്ലാ സ്പെല്ലിങ്സും കാണാതെ പഠിക്കാൻ അത്ര എളുപ്പമല്ല കുട്ടികൾക്ക്. കുട്ടികളെല്ലാ പിക്ചേഴ്സിൻ്റെയും സ്റ്റാർട്ടിംഗ് ലെറ്റർ കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ സ്റ്റാർട്ടിംഗ് ലെറ്റർ നോക്കിയിട്ട് മാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് പിക്ചർ ഏതാണ്? കൗ. കൗവിലേക്ക് നമുക്ക് മാച്ച് ചെയ്ത് കൊടുക്കാം. COW, കൗ. സി സ്റ്റാർട്ടിംഗ് ലെറ്റർ നോക്കാം. നെക്സ്റ്റ് കാറ്റ്. കാറ്റ്, CAT, കാറ്റ്. ഗ്രീൻ, GREEN, ഗ്രീൻ. ഡോങ്കി, DONKEY, ഡോങ്കി. നെക്സ്റ്റ് പിക്ചർ ഏതാണ്? റെഡ്. ഇപ്പോൾ റെഡിലേക്ക് മാച്ച് ചെയ്യണം. റെഡിൻ്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ RED, റെഡ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, പുട്ട് D ഓൺ ഡൊമസ്റ്റിക് ആനിമൽസ് ആൻഡ് W ഓൺ വൈൽഡ് ആനിമൽസ്. 4 എണ്ണത്തിന് 2 മാർക്ക് വീതം 8 മാർക്കാണ്. ഡൊമസ്റ്റിക് ആനിമൽസ് എന്താണ്? വീട്ടിൽ വളർത്തുന്ന ആനിമൽസ് അല്ലേ. ഇതിൽ വീട്ടിൽ വളർത്തുന്ന ആനിമൽസ് ഏതാണ്? ഇവിടെ ലയൺ തന്നിട്ടുണ്ട്, ഗോട്ട് തന്നിട്ടുണ്ട്, ഷീപ്പ് തന്നിട്ടുണ്ട്, മങ്കി തന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വളർത്തുന്ന ആനിമൽസാണ് ഗോട്ട്, ഷീപ്പ്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് എഴുതേണ്ടത്? അതിൻ്റെ കോളത്തിൽ നമ്മൾ D എന്ന് എഴുതണം. വൈൽഡ് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാട്ടിലെ മൃഗങ്ങൾ അല്ലേ. കാട്ടിലെ മൃഗങ്ങൾ ഏതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? ലയൺ, മങ്കി. അപ്പോൾ അതിൻ്റെ ബോക്സിൽ നമ്മൾ എന്തെഴുതണം? W എഴുതണം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൗ മെനി മെമ്പേഴ്സ് ആർ ദെയർ ഇൻ യുവർ ഫാമിലി? 5 മാർക്കാണ്. നമ്മളുടെ വീട്ടിൽ എത്ര മെമ്പേഴ്സ്?
എത്ര അംഗങ്ങളുണ്ടെന്ന് നമ്മൾ ഈ ബോക്സിൽ എഴുതണം. 5 ആണെങ്കിൽ 5 എഴുതണം, 4 ആണെങ്കിൽ 4 എഴുതണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ യുവർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം.